ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും 1 ഏലക്ക 1 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. നിങ്ങൾക്കിനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നേരിയതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് അങ്ങനെ ഭയങ്കര മധുരമൊന്നും ഉണ്ടാകില്ല. അതേസമയം മുട്ടക്കറി കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ച് ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ മുട്ടക്കുള്ളിലേക്ക് നന്നായിട്ട് കയറും. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല നന്നായിട്ട് മുട്ടയ്ക്ക് പിടിക്കത്തക്ക രീതിയിൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ മുട്ടയ്ക്ക് മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം. അപ്പോഴേ ആ മസാലയൊക്കെ നന്നായിട്ട് മുട്ടക്കങ്ങ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല പൊറോട്ട, ഗീ റൈസ്,
പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെയും ഈ ഒരു റോസ്റ്റ് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.